ഇതൊരു സ്റ്റിച്ച്ഡ് ചുരിദാറുമ്പ് സിമ്പിളായിട്ടുള്ളൊരു ബീഡ്സ് വർക്കാണ്. ഹാൻഡ് എംബ്രോയ്ഡറി നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഹാൻഡ് എംബ്രോയ്ഡറിയാണ്. അപ്പോൾ നമ്മൾ ക്ലോത്ത് എടുത്ത് തയ്യൽക്കടയിൽ ഇത് ചുരിദാർ തയ്പ്പിച്ചിട്ട് നമുക്ക് വീട്ടിലിരുന്ന് ഇത് സിമ്പിളായിട്ട് ഈ എംബ്രോയ്ഡറി ചെയ്യാം. ഈ ബീഡ്സ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ, ചെറിയ ബീഡ്സ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് വേണ്ട ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ ബീഡ്സ് വേണം. ഏത് ബീഡ്സാണോ നമുക്ക് വേണ്ടത് അത്. പിന്നെ അതിന് ബീഡ്സ് കോർക്കാൻ പറ്റിയ ചെറിയ സൂചി കിട്ടും. ഈ ബീഡ്സ് ഇതിൽ കൂടെ കടന്നു പോകാൻ മാതിരിയുള്ള ചെറിയ അത് കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എംബ്രോയ്ഡറി ബീഡ്സ് ഒക്കെ കിട്ടുന്ന കടയിൽ കിട്ടും. പിന്നെ ഏത് തുണിയിലാണോ നമ്മൾ ചെയ്യണേ ആ കളർ നൂലിൽ വേണം നമ്മൾ ഈ എംബ്രോയ്ഡറി ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇത് കഴുത്തിലും കൈയുടെ അറ്റത്തും ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ ഒരു കയ്യിൽ വീണ്ടും കാണിച്ചു തരാം. അപ്പം ബീഡ്സ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഫിക്സ് ചെയ്യണത് ഒരു പ്രത്യേക രീതിയുണ്ട്. ആ ഒരു ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ബീഡ് വർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ബീഡ്സ് ആണെങ്കിൽ നമ്മളിത് ഇങ്ങനെ ഫിക്സ് ചെയ്യുക. ഓക്കെ, ഇതായില്ലേ. ഇനി ഒരു പ്രാവശ്യം കൂടി ഒരു പ്രാവശ്യം കൂടി സെയിം രീതിയിൽ ഇതിൻ്റെ ഹോളിക്കോടെ എടുത്ത് ഒരു പ്രാവശ്യം കൂടി ഫിക്സ് ചെയ്യണം. അപ്പോൾ പിന്നെ ഇത് സേഫായി കണ്ടോ. ഇനി ഈ ബീഡ്സ് ഒരു രീതിയിലും പോകത്തില്ല. ഇതിപ്പോൾ ഞാൻ 2 ലെയറുള്ള ബീഡ്സ് വർക്ക്, സിമ്പിളായിട്ടുള്ള ബീഡ്സ് വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ കോർത്തിട്ട് ഈ സെയിം കളർ നൂലായതുകൊണ്ട് നമ്മൾ ചെറിയ നൂല് ഈ ബീഡ്സിൻ്റെ സൈഡിൽ കൂടെ കണ്ടാലും കുഴപ്പമില്ല. വേറെ കളർ നൂലെടുത്ത് കഴിഞ്ഞാൽ അത് ആ നൂലെടുത്ത് കാണിക്കും. കണ്ടോ, ഇതിപ്പോൾ ഒരു പ്രാവശ്യം ഫിക്സ് ചെയ്തിട്ട് നമ്മൾ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി ഫിക്സ് ചെയ്യുക. കണ്ടോ, ഇത് നമ്മൾ ഈ ഓർഡറിൽ ഒരു ലെയർ താഴെ ഒരു ലെയർ മുകളിലായിട്ടുള്ള 2 ലെയറായിട്ടാണ് ഈ ബീഡ്സ് ചെയ്യുന്നത്. ഇനി നമ്മളിത് ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ 3 എണ്ണം കോർത്തു. ഇതിങ്ങനെ ഒന്ന് കൈ പിടിച്ച് കോർത്ത് കഴിഞ്ഞാൽ കെട്ടുകൊടുത്തില്ല. അതാണ് രണ്ടാമത് നമ്മളിത് ലോക്ക് ചെയ്യണേ. രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി ഇതിൻ്റെ മീതെ കൂടെ എടുത്തിട്ട് ലോക്ക് ചെയ്യും. കണ്ടോ, ഈ പാറ്റേണിലാണ് നമ്മൾ തയ്ച്ച് വരുന്നത്. ഇതിപ്പോൾ കണ്ടോ, നമ്മളത് ആ സ്ലീവിൻ്റെ എൻഡിലുള്ളത് അങ്ങനെ ബീഡ്സ് വെച്ച് കംപ്ലീറ്റ് ആക്കി. അതുപോലെ തന്നെ നമ്മൾ കഴുത്തിൻ്റെ ചുറ്റും കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ആ ബീഡ്സ് വെച്ചു. സെയിം മെത്തേഡിൽ തന്നെ കഴുത്തിന് ചുറ്റും വെച്ചു. കണ്ടോ, മറ്റേ സ്ലീവിലും വെച്ചു. ഇത് കംപ്ലീറ്റായി. കഴുത്തിന് ചുറ്റും സ്ലീവിൻ്റെ തുമ്പും നമ്മൾ ഈ ബീഡ് വർക്ക് ചെയ്തു. വളരെ സിമ്പിളായിട്ടുള്ള
ഹാൻഡ് എംബ്രോയ്ഡറി ബീഡ് വർക്ക്.